കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ എക്സലിനെ കുറിച്ചുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടോപ്പിക് എന്ന് പറയുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനെ കുറിച്ചിട്ടാണ്. വാട്ട് ഈസ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇൻ എക്സൽ? എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ്? സെർട്ടിൻ കണ്ടീഷൻസിനനുസരിച്ച് ചില സെല്ലുകളുടെ കളേഴ്സോ ഐക്കൺസോ അല്ലെങ്കിൽ അവയുടെ ഡാറ്റ ബാർസുകളോ ചേഞ്ച് ചെയ്യുന്നതാണ് എന്താണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് യൂസ്ഡ് ടു അപ്ലൈ ഫോർമാറ്റിംഗ് ഓട്ടോമാറ്റിക്കലി സച്ച് ആസ് കളേഴ്സ്, ഐക്കൺസ് ആൻഡ് ഡാറ്റ ബാർസ് ടു വൺ ഓർ മോർ സെൽസ് ബേസ്ഡ് ഓൺ ദ സെൽ വാല്യൂ. അപ്പോൾ ഓരോന്നിൻ്റെയും സെൽ വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ കളേഴ്സ് ഐക്കൺസ് ചേഞ്ച് ആവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റിംഗ് നടത്താൻ പറ്റുക എന്നുള്ളത് ഒരു എക്സാമ്പിളിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ, നമ്മളെ കയ്യിൽ ഒരു കുട്ടികളുടെ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആ മാർക്ക് ലിസ്റ്റിനകത്ത് ഏതൊക്കെ കുട്ടികൾക്ക് 75 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അവരുടെ കളർ എന്താവണം, റെഡായിട്ട് മാറണം. ഏത് സബ്ജക്റ്റിനാണോ കിട്ടിയിട്ടുള്ളത് ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് റെഡായിട്ട് മാറും. അപ്പോൾ അത് എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിന് ആദ്യം നമ്മളുടെ കയ്യിൽ എന്താണ് ഒരു സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ഉണ്ട്, സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് ഉണ്ട്. അതിനകത്ത് അവരുടെ പേരുകളുണ്ട്, അവരുടെ സബ്ജക്റ്റ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്ന് പറയുന്ന സബ്ജക്റ്റുകളുമുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നടത്തുക എന്നുള്ളത്. ഈ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഹോം ടാബിനകത്താണ് ഉണ്ടാവുക. ഹോം ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് മുകളിൽ കണ്ടീഷൻ ഫോർമാറ്റിംഗ് എന്ന് പറയും. ഇവിടെ അത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്ന ഹൈലൈറ്റ് ചെയ്യാണ്. നമ്മളിവിടെ പല ഓപ്ഷൻസുകളുണ്ട്. ഹൈലൈറ്റ് ചെയ്യാം, പിന്നെ ടോപ്പ് ടു ബോട്ടം റൂൾസുകളുണ്ട്, ഡാറ്റ ബാർസുകളുണ്ട്, കളർ സ്കെയിലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സെല്ലാണോ നമുക്ക് വേണ്ടത് ആ സെല്ല് നമ്മൾ ചൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ മാർക്കാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ B3 മുതൽ D7 വരെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോം ടാബിൽ പോയിട്ട് അതിനകത്ത് സ്റ്റൈൽ ഗ്രൂപ്പിനകത്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുണ്ടാവും. ആ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് വരും. അതിനകത്ത് ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാല്യൂ ചോദിക്കുന്നുണ്ട്. എത്ര മാർക്കിൽ കൂടുതൽ കിട്ടിയ ആളുകളെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നമ്മളിവിടെ 75 മാർക്ക് കിട്ടിയ 75 മാർക്കിന് എബോവ് ഉള്ള കുട്ടികളെയാണ് ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 75 എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞു. ഓക്കെ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റുഡൻസ് മാർക്ക് ലിസ്റ്റ് കിട്ടും. അതിൽ 75 എബോവ് മാർക്കുള്ള കുട്ടികളുടെ ആ സെല്ലുകൾ, ആ വാല്യൂസുകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടേൺ ടു റെഡ്, കളറ് മാറിയിട്ടുണ്ടാവും. നമുക്ക് ഈസി ആയിക്കൊണ്ട് പറയാൻ കഴിയും. ഇതിൽ അനൂപിന് മാത്സിന് 98 മാർക്കുണ്ട്, 75 എബോവ് ഉണ്ട്. അനഘയ്ക്ക് 2 വിഷയത്തിൽ 75 മാർക്കുണ്ട്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അനലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗോൾ സീക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഗോൾ സീക്ക് എന്ന് പറയുന്നത് എക്സലിനകത്തുള്ള ഒരു ഫംഗ്ഷനാണ്. അനാലിസിസ് ചെയ്യാനുള്ള ഒരു വാട്ട് ഇഫ് അനാലിസിസ് ടൂളിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഗോൾ സീക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. വാട്ട് ഇഫ് അനാലിസിസ് ടൂൾ എന്താണ്? വാട്ട് ഇഫ് അനാലിസിസ് ടൂൾ വാട്ട് ഇഫ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൽ നിന്ന് എന്താവും എന്നുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു യൂസർക്ക് അയാളുടെ കയ്യിലൊരു ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ കുറച്ച് ഡീറ്റെയിൽസുകളുണ്ട്. ആ ഡീറ്റെയിൽസിൽ ആ ഇൻപുട്ട് വാല്യൂ, അതിനകത്ത് കുറേ ഇൻപുട്ട് വാല്യൂകൾ ഉണ്ടാവും. അതൊക്കെ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവും.
ആ ഫൈനൽ റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് അയാൾക്ക് ഫൈനൽ റിസൾട്ട് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് സെർട്ടൈൻ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വേറെ ഒരു റിസൾട്ട് ഒബ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ ഗോൾ സീക്ക് ഫങ്ഷൻസ് ഉപയോഗിക്കാം. അപ്പോൾ അലോ ദ യൂസർ ടു ഡിസൈർഡ് റിസൾട്ട് ഓഫ് എ ഫോർമുല ടു ഫൈൻഡ് ദ പോസിബിൾ ഇൻപുട്ട് വാല്യൂ നെസസറി ടു അച്ചീവ് ദാറ്റ് റിസൾട്ട്. അപ്പോൾ യൂസറിനെ എന്ത് ചെയ്യുന്നു, അലോ ചെയ്യുന്നു. അയാൾക്ക് ഒരു ഡിസൈർഡ് റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഒരു ഫോർമുല അനുസരിച്ചുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇൻപുട്ടിനകത്ത് വരുത്തേണ്ടത് എന്നുള്ളത് അതാണ് ഗോൾ സീക്ക് എന്ന് പറയുന്നത്. ഈ ഗോൾ സീക്കിനെ കുറിച്ചിട്ട് നമ്മൾ അത് എങ്ങനെയാണ് ചെയ്യുക എന്ന് പറയുന്ന ഒരു വീഡിയോ ഇതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുക എന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാവും. ദ ഗോൾ സീക്ക് ഫീച്ചർ എക്സൽ എന്ന് പറയുന്നത് യൂസസ് എ സിംഗിൾ വേരിയബിൾ ടു ഫൈൻഡ് എ ഡിസൈർഡ് റിസൾട്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു സിംഗിൾ വേരിയബിൾസിനെയാണ് എന്ത് ചെയ്യുന്നത്, ചേഞ്ച് ചെയ്യുന്നത്. ഒരു സിംഗിൾ വേരിയബിൾസിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടേണ്ട, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്ന റിസൾട്ട്, ആ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗോൾ സീക്കിൻ്റെ ഫംഗ്ഷൻ. ഗോൾ സീക്ക് എന്ന് പറയുന്നത് ഇസ് എ മെത്തേഡ് ടു ഫൈൻഡ് എ സ്പെസിഫിക് വാല്യൂ ഓഫ് എ സെൽ ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ ഓഫ് അനദർ സെൽ. മറ്റ് ഒരു സെൽ ഒരു ഗോൾ സീക്ക് എന്ന് പറയുന്നത് ഇസ് എ മെത്തേഡ് ടു ഫൈൻഡ് സ്പെസിഫിക് വാല്യൂ ഓഫ് എ സെൽ. ഒരു സ്പെസിഫിക് വാല്യൂ ഫൈൻഡ് ചെയ്തുകൊണ്ട് ബൈ അഡ്ജസ്റ്റിംഗ് ദ വാല്യൂ ഓഫ് അനദർ സെൽ. മറ്റൊരു സെല്ല് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെസിഫിക് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഗോൾ സീക്കിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ആർ സിനാരിയോ റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇത് മുമ്പ് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സിനാരിയോ റിപ്പോർട്ട് എന്ന് പറയുന്നത്. സിനാരിയോ മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടും നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കൽ വേർഷൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കാം. അപ്പോൾ സിനാരിയോ മാനേജർ എന്ന് പറയുന്നത് എക്സൽ ടൂളിലുള്ള ഒരു ഇൻബിൽറ്റ് ടൂളാണ് സിനാരിയോ മാനേജർ എന്ന് പറയുന്നത്. അറൗണ്ട് 32 വേരിയബിൾസിനെ എന്ത് ചെയ്യാൻ കഴിയും, ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു യൂസർക്ക് 32 വേരിയബിൾസ് അല്ലെങ്കിൽ സെൽസ് 32 സെൽസിനെ അല്ലെങ്കിൽ 32 ഇൻപുട്ട് വാല്യൂസിനെ നമുക്ക് എന്ത് ചെയ്യാം, മാറ്റാം, ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള വീഡിയോയിലുണ്ട്. പക്ഷേ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിക്കകത്ത് കുറേ പ്രൊഡക്റ്റുകൾ വിൽക്കുന്നുണ്ട്. ആ പ്രൊഡക്റ്റിന് നമുക്ക് സെർട്ടൈൻ റിസൾട്ട്, ഇൻകം ഇത്ര ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയൊക്കെയാണ് മാറ്റേണ്ടത്, ഏതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കൂട്ടണം എന്നതിനെ കുറിച്ചിട്ടൊക്കെ ആ ഒരു സിനാരിയോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം ദ ഡാറ്റ ടാബ് ഓൺ ദ റിബൺ. എക്സലിനകത്തെ റിബണിനകത്ത് ഡാറ്റ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ടാവും. അതിനകത്തായിരിക്കും സിനാരിയോ മാനേജ്മെൻറ്റ് ഉണ്ടാവുക. ആ ഡാറ്റ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. അതാണ് സിനാരിയോ മാനേജർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് യൂസിങ് വാട്ട് ഇഫ് അനാലിസിസ് ഐക്കൺ ഇൻ ദ ഡാറ്റ ടൂൾ സെക്ഷൻ. ഇനി ഗോൾ സീക്ക് എന്ന് പറയുന്നത് വാട്ട് ഇഫ് അനാലിസിസ് ടൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ സീക്ക് വാട്ട് ഇഫ് അനാലിസിസ് ടൂളാണ്. അത് എന്താണ്, ഇൻപുട്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ ഒരു സ്പെസിഫിക് ഗോള് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അതെന്താണ് സെർട്ടൈൻ ഒരു ഇൻപുട്ട് വാല്യൂ ചേഞ്ച് ചെയ്യും എന്നുള്ളത്. പക്ഷേ സിനാരിയോ മാനേജറിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇൻപുട്ട് വാല്യൂ ഫോർ മൾട്ടിപ്പിൾ സെൽ. ഒന്നിൽ കൂടുതൽ സെൽസിനെ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഗോൾ സീക്കിനകത്ത് എന്താണ്, ഒരു വാല്യൂ മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത്. സിനാരിയോ മാനേജറിനകത്ത് മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എന്നുള്ളത്. ഇൻ ദിസ് വേ, ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പല ഇൻപുട്ട് വാല്യൂസിനെ അനുസരിച്ച് കൊണ്ട് എന്താണ് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത് ഒരേ സമയം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും,
കാണാൻ കഴിയും. സിനാരിയോസ്, ആ റിസൾട്ടിനെയാണ് നമ്മൾ സിനാരിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട്, അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ സെൽസുകൾ മാറ്റുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഒരു റിസൾട്ട് കിട്ടും. ഇനി നമ്മൾ വീണ്ടും ഒരു സിനാരിയോ നമ്മൾ കൊടുക്കണം, സെൽസുകൾ പരസ്പരം മാറ്റിക്കൊണ്ട് വേറൊരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ഒന്നിൽ കൂടുതൽ സിനാരിയോസ് നമുക്ക് കാണാൻ കഴിയും. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മാനേജർക്ക് എന്ത് ചെയ്യാം, ഡിസിഷൻസുകൾ എടുക്കാം എന്നുള്ളത്. ഇനി എങ്ങനെയാണ് സിനാരിയോ മാനേജേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്. ഡാറ്റ ടാബിൽ പോവുക. ഡാറ്റ ടാബിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. ആ വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്ന ടൂള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സിനാരിയോ മാനേജർ എന്ന് പറയുന്ന സിനാരിയോ മാനേജർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് അപ്പിയർ ചെയ്യും. അതിനകത്ത് ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ദെൻ ആഡ് യുവർ ഡാറ്റ ഓർ സിനാരിയോ, നമുക്ക് ഡാറ്റകൾ ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തതാണ് വാട്ട് ഈസ് മാക്രോ എന്ന് പറയുന്നത്. എന്താണ് മാക്രോസ്? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ടു റെക്കോർഡ് എ മാക്രോ. ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാനുള്ള സ്റ്റെപ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഇപ്പം മാക്രോസ് എന്ന് പറയുന്നത് എക്സലിനകത്തെ ഒരു പീസ് ഓഫ് പ്രോഗ്രാമിംഗ് കോഡിനെയാണ് എന്ത് പറയുന്നത്, മാക്രോ എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്സ് ടു ഓട്ടോമേറ്റ് റൂട്ടീൻ ടാസ്ക്. ചില റൂട്ടീൻ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നുള്ളതാണ് മാക്രോസിൻ്റെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഈ മാക്രോസ് അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദേ അലോ ദ ഓട്ടോമേഷൻ ഓഫ് റിപ്പറ്റേറ്റീവ് ടാസ്ക്. റിപ്പറ്റേറ്റീവ് ടാസ്കുകളായ പ്രിൻറ്റിങ്, ഫോർമാറ്റിംഗ്, കോൺഫിഗറേഷന് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് എന്താണ് ഈ മാക്രോസിന് ചെയ്യാൻ സാധിക്കുന്നുള്ളത്. ഇനി എങ്ങനെ ഒരു മാക്രോ റെക്കോർഡ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ മാക്രോ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം. അപ്പോൾ അതിന് ഉള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ആദ്യം എന്താണ്, ഡെവലപ്പർ ടാബ് എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് റെക്കോർഡ് മാക്രോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഈ അങ്ങനെ റെക്കോർഡ് മാക്രോ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡയലോഗ് ബോക്സ് വരും. ആ ഒരു ഡയലോഗ് ബോക്സിനകത്ത് നമുക്ക് മാക്രോക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മാക്രോക്ക് എന്താണോ പേരിടാൻ ഉദ്ദേശിക്കുന്നത് ആ പേര് നമ്മൾ എന്താണ് കൊടുക്കുക. ആ ലെറ്റർ എന്ന് പറയുന്നത് മസ്റ്റ് ബി, അത് ലെറ്റേഴ്സ് ആയിരിക്കണം. ആൻഡ് ആ ലെറ്റേഴ്സിനകത്ത് സ്പേസസുകളോ അല്ലെങ്കിൽ വേറെ സെൽ റെഫറൻസസുകളോ ഒന്നും പാടില്ല എന്നുള്ളത്. അപ്പോൾ പേര് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് തന്നെ ആയിരിക്കണം. പിന്നീട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിന് ഷോർട്ട് കട്ട് കീ അസൈൻ ചെയ്ത് കൊടുക്കാം. കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഓപ്ഷണലാണ് നമുക്ക്. അതിനുശേഷം ഫ്രം ദ സ്റ്റോർ അതിനകത്ത് മാക്രോ ഇൻ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, മാക്രോൻ്റെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിനകത്ത് സ്റ്റോർ എവിടെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ, നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന മാക്രോ എവിടെ സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ എവിടെയാണോ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫോർമാറ്റിംഗ് നടത്താൻ പറ്റുക എന്നുള്ളത്. ഒരു എക്സാമ്പിളിൽ നമ്മൾ നടത്തുകയാണെങ്കിൽ, നമ്മൾ കയ്യിൽ ഒരു കുട്ടികളുടെ ഒരു മാർക്ക് ലിസ്റ്റ് ഉണ്ട്. ആ മാർക്ക് ലിസ്റ്റിനകത്ത് ഏതൊക്കെ കുട്ടികൾക്ക് 75 മാർക്കിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് അവരുടെ കളർ എന്താവണം, റെഡായിട്ട് മാറണം. ഏത് സബ്ജക്റ്റിനാണോ കിട്ടിയിട്ടുള്ളത് ആ സബ്ജക്റ്റിൻ്റെ മാർക്ക് റെഡായിട്ട് മാറും. ഇനി ഗോൾ സീക്ക്
എന്ന് പറയുന്നത് വാട്ട് ഇഫ് അനാലിസിസ് ടൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗോൾ സീക്ക് വാട്ട് ഇഫ് അനാലിസിസ് ടൂളാണ്. അത് എന്താണ്, ഇൻപുട്ട് വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ ഒരു സ്പെസിഫിക് ഗോള് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് അത്